ഗർഭധാരണം, പ്രസവം ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് അതിന്റെ വഴിക്ക് നടന്നോളും എന്ന് കരുതുന്ന ചുരുക്കം ചില ആളുകളിൽ നമ്മുടെ ചുറ്റുമില്ലേ? എല്ലാ പ്രഗ്നൻസി ഒരുപോലെയാണെന്ന് കരുതുന്നവർ. അതുകൊണ്ടാവും ഈയിടെയായിട്ട് ഈവൻ ഹോം ഡെലിവറി പോലും അറ്റൻഡ് ചെയ്ത് പലരും പ്രാകൃത ലോകത്തേക്ക് തിരിച്ചു പോകാനൊക്കെ ഒരുങ്ങുന്നത്. ഓരോ വ്യക്തിയുടെയും പ്രഗ്നൻസി ഡിഫറെന്റ് ആണ്. ഒരു വ്യക്തിയുടെ തന്നെ ഓരോ പ്രഗ്നൻസീസും ഡിഫറെന്റ് ആണ്. ഒരു സ്ത്രീയുടെ വയറ്റിൽ മുട്ടിട്ട് രൂപപ്പെട്ടു വരുന്ന കുഞ്ഞ് എങ്ങനെ ഇരിക്കണമെന്നും അവരുടെ പ്രഗ്നൻസി എങ്ങനെ പോകണമെന്നും തീരുമാനിക്കുന്നത് എന്താണെന്നും ആ സ്ത്രീ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ്, പ്രഗ്നൻസി ഏറ്റെടുക്കുമ്പോൾ, പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെയുള്ള അവരുടെ ഒരു ഓവറോൾ ഹെൽത്ത്. അതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് അവരുടെ പ്രായം, ശരീരഭാരം, പ്രഗ്നൻസിക്ക് മുമ്പേ ഉള്ള അവരുടെ അസുഖങ്ങൾ, അതിനെടുക്കുന്ന മെഡിസിൻസ്, പ്രഗ്നൻസിയിലായിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, പ്രായം കൂടി ഒബീസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ പ്രഗ്നൻസിയിൽ ഷുഗർ, ബി പി ഒക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരിക്കും. എന്നാൽ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ് പ്രഗ്നന്റ് ആവുന്നതെങ്കിൽ ആ പ്രഗ്നൻസിയിൽ വളർച്ചക്കുറവ്, മാസം തികയാത്ത പ്രസവം, അനീമിയ ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. രണ്ട് വ്യക്തികൾ, ഒരാൾ പ്രഗ്നൻസി ഒക്കെ 3 മാസം മുമ്പേ പ്ലാൻ ചെയ്ത് വെയിറ്റ് ഒക്കെ ഐഡിയലാക്കി ഫോളിക് ആസിഡ് ഒക്കെ കഴിച്ച് പ്രഗ്നന്റ് ആവുന്നു. രണ്ടാമത്തെ ആൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് തന്നെ 3 മാസം കഴിഞ്ഞ്. എത്ര ഡിഫറെന്റ് ആയിരിക്കും ഈ രണ്ട് പ്രഗ്നൻസീസിന്റെ ഔട്ട്കം എന്നറിയോ? പറഞ്ഞു വന്നത്, മൂന്നാമത്തെ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ ആന്റിനേറ്റൽ ചെക്കപ്പ് ഒന്നും എടുക്കാതെ, കോംപ്ലിക്കേഷൻസും അറിയാതെ, ഈവൻ ഹോം ഡെലിവറി ഒക്കെ അറ്റൻഡ് ചെയ്യാൻ മടിക്കാത്തവരോടാണ്. നിങ്ങൾക്ക് ഇതിനിടയിൽ ഉണ്ടായ മാറ്റം പോലും നിങ്ങൾ അറിയുന്നില്ല. പിന്നല്ലേ നിങ്ങളുടെ പ്രഗ്നൻസിയിലെ ചേഞ്ച്. അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഓരോ ഗർഭവും ഓരോ പ്രസവവും വ്യത്യസ്തമാണ്. ടേക്ക് ആന്റിനേറ്റൽ കെയർ, ബി സേഫ്.